ഈ ഒരു സമയത്ത് നമ്മൾ നടുന്ന പച്ചക്കറികൾ നമ്മൾ ഓണത്തിന് വിളവെടുക്കാനുള്ളതാണ്. ഇപ്പൊ എല്ലാ വർഷം പച്ചക്കറിയൊക്കെ നടുന്നതിന്റെ കൂട്ടത്തിൽ ഓണത്തിന് കുറച്ച് പൂക്കളും കൂടെ ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ വർഷമൊക്കെ നമ്മൾ ചെണ്ടുമല്ലി ചെയ്തതിന്റെ വീഡിയോ ഒക്കെ ചെയ്താട്ടോ. ഇപ്രാവശ്യം നമുക്ക് നടാനുള്ള ചെണ്ടുമല്ലി തൈകൾ നമ്മൾ റെയിൻ ഷെൽട്ടറിന്റെ ഉള്ളിലുണ്ട് കേട്ടോ. റെയിൻ ഷെൽട്ടർ ഇങ്ങോട്ട് കാട് പിടിച്ച പോലെ ഉണ്ട്. മോൾ ഭാഗത്തൊക്കെ നമുക്ക് നമ്മൾ ചെരങ്ങയുടെ വള്ളിയൊക്കെ വെട്ടി കളഞ്ഞിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഉണങ്ങിയിട്ടുണ്ട്. വിളവെടുപ്പ് കഴിഞ്ഞ ശേഷം വെട്ടി കൊടുത്താണ്. ഇതൊക്കെ ഒന്ന് വലിച്ച് ക്ലീൻ ചെയ്തിട്ട് നമ്മൾ ഇതിനുള്ളിൽ നെയ്ക്കുമ്പോഴാണ് നടുന്നത്. ഇപ്പുറത്തെ സൈഡ് ഉണ്ടോ നമ്മളെ ചേനയുണ്ട്, ആ സൈഡിൽ ചേമ്പുണ്ട്. ചേനയ്ക്ക് മണ്ണ് കയറ്റിയിട്ടില്ല. നമ്മൾ ബയോഗ്യാസിന്റെ സ്ലറി അടിച്ചിട്ട് ചാണകം അട്ടി കാണുന്നൊക്കെ. അപ്പൊ അതൊക്കെ ഒന്ന് വലിച്ച് കയറ്റിയിട്ട് നമ്മൾ ഇതുവരെ വെണ്ണീരൊക്കെ പറയാം. വെണ്ണീര് കുറച്ച് ഉമ്മ ഇട്ട് കൊടുത്തിട്ടുണ്ട്. വെണ്ണീരിട്ടിട്ട് മണ്ണ് കയറ്റണം. അങ്ങോട്ട് ചേമ്പ് ഒരു പരീക്ഷണത്തിന് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ചെയ്താട്ടോ. വിത്തന്ന് ബാക്കി വന്നപ്പോൾ പന്നിയുടെ ശല്യം ഉള്ളതുകൊണ്ട് ഇനി പുറത്ത് നടണ്ട, ബാക്കിയുള്ളത് നമുക്ക് എങ്ങനെയും റെയിൻ ഷെൽട്ടറിനുള്ളിൽ സെറ്റാക്കാൻ വെച്ച് നട്ടതാ. നല്ല കരുത്തൊക്കെ ഉണ്ട്. നല്ല ഹൈറ്റും വെച്ചിട്ടുണ്ട് അല്ലേ. ഹൈറ്റ് ഇങ്ങനെ വെച്ച് ഇതിനുള്ളിൽ വെളിച്ചം കുറവ്, നമ്മളെ UV ഷീറ്റൊക്കെ കറ പിടിച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ എന്തായാലും നമ്മൾ റെയിൻ ഷെൽട്ടർ ഇപ്രാവശ്യം മാറ്റും. അടുത്ത വേനലോട് കൂടെ നമ്മൾ പുതിയ റെയിൻ ഷെൽട്ടർ സെറ്റ് ചെയ്യണം. അപ്പൊ നമ്മൾ കൊണ്ടുവച്ച തൈകൾ ഇതാട്ടോ. പുറത്ത് മഴ എങ്ങനെ ഇരുന്നുകൊണ്ട് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ വെച്ചാണ് തൈകൾ. 2 ദിവസമായി നനച്ചിട്ട് ഇപ്പൊ ഡ്രൈ ആയിട്ടുണ്ട്. 2 നിറമുണ്ട്. ഒന്ന് മഞ്ഞയും ഇപ്പുറത്ത് കണ്ടോ ഓറഞ്ചും ഉണ്ട് കേട്ടോ. തൈകൾ കുറച്ച് വലുപ്പമായിട്ടുണ്ട്. വേഗം നട്ടു കൊടുക്കണം. അപ്പൊ പുറത്ത് നമ്മൾ നടുന്നതിന്റെ പണികളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. നമ്മൾ നാസർക്കാക്ക് ഒരാഴ്ച ആയിട്ട് ഇപ്പൊ ലീവാണ്. നാസർക്കാക്ക് പനി വന്നുകൊണ്ട് അപ്പൊ നമുക്ക് പെൻഡിങ് ആയിപ്പോയി നമ്മൾ പണികളൊക്കെ. അപ്പൊ ഈ ആഴ്ച നമ്മൾ തുടങ്ങി റെഡിയാക്കും. അപ്പൊ ഈ തൈകൾ കിട്ടിയിട്ടുള്ളത് നമുക്ക് കൃഷിഭവൻ നാട്ടോ. കഴിഞ്ഞ വർഷം കൃഷിഭവൻ തന്നെയാണ്. നല്ല അടിപൊളി തൈകളൊക്കെ തന്നെയാണ്. പ്രാവശ്യം തൈ കുറച്ച് വലുപ്പം കൂടിയിട്ടുണ്ട്. അത് നമുക്ക് വേഗം നട്ടു കൊടുത്താൽ മതി. ഇന്ന് നമുക്ക് കുറച്ച് തൈകൾ നട്ടു കൊടുക്കാം കേട്ടോ. ഇപ്പൊ 2 നിറത്തുനിന്ന് ഓരോ ട്രേ എടുത്തിട്ട് പോവാം. കഴിഞ്ഞ വർഷം കൃഷിഭവൻ നമുക്ക് തൈ തന്ന സമയത്ത് ഇതിലിങ്ങനെ നമ്മളെ ട്രേയുടെ സൈഡിൽ Y എന്ന് മാർക്ക് ചെയ്ത് യെല്ലോ ഒക്കെ മാത്രം. അപ്പം അത് മഞ്ഞെന്ന് മനസ്സിലായിരുന്നു. ഇപ്രാവശ്യം അവർ 2 സ്ഥലത്തായിട്ട് വെച്ചിട്ട് 2 നിറം ഉണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പൊ ആ 2 ഭാഗത്ത് തന്നെ നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പൊ അത് ഒരു ട്രേ ഇവിടുന്ന് എടുക്കുന്നുണ്ട്, ഒന്ന് ഇതാ ഇവിടുന്നു. വ്യത്യാസമുള്ള പോലെ ഉണ്ട്. കണ്ടില്ല, ഈ തൈ കുറച്ച് വലുപ്പമുണ്ട്. കഴിഞ്ഞ വർഷം മഞ്ഞ കുറച്ച് ഷോർട്ട് തന്നെ ആയിരുന്നു. അപ്പൊ ഇത് മഞ്ഞെന്ന് തോന്നുന്നത്. നമുക്ക് നട്ടോക്കെ 2 വെവ്വേറെ ആയിട്ട് തന്നെ നട്ടു കൊടുക്കാം. ഇവിടെ കുറച്ച് മല്ലി നോക്ക്. മഴ കൂടിയ സമയത്ത് നമ്മൾ മല്ലി ചട്ടിയിൽ നട്ടത് പാവി കൊടുത്തിട്ടുള്ളതാട്ടോ. അപ്പൊ അതിങ്ങോട്ട് മാറ്റി വെച്ചപ്പോ ഇപ്പൊ റെഡി ആയി വരുന്നുണ്ട്. കുറച്ച് കളയൊക്കെ ഉണ്ടാക്കും, ഒന്ന് പറിച്ചു കൊടുക്കണം. പോലെ മഴ കുറച്ച് കുറവുണ്ട്. വേഗം ഇനി അങ്ങോട്ട് പോവാ. ഇപ്രാവശ്യം പച്ചക്കറി നടാനും ചെണ്ടുമല്ലി നടാനൊക്കെ നല്ല പറ്റിയ കാലാവസ്ഥ കിട്ടി. പക്ഷെ നമ്മൾ വൈകി പോയിട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ഇതിന് നേരത്തേക്ക് നട്ട്. ഞാൻ പറഞ്ഞ നാസർക്കാർക്ക് പനിയൊക്കെ ആയതുകൊണ്ട് ഒരാഴ്ച ലീവ് ആയതുകൊണ്ട് നമ്മൾ 30 സെന്റ് സ്ഥലം റെഡിയാക്കുന്നുള്ളൂ നടാനായിട്ട്. അതുകൊണ്ട് ഞാനെടുത്തൊരു ഐഡിയ കാണിച്ചുതരാം. വേഗം ആയി കിട്ടണമെങ്കിൽ ഇതുപോലെ ചട്ടിയിൽ കുറച്ച് നട്ടു കൊടുക്കാന്ന് വിചാരിച്ചു. നല്ല അടിപൊളിയായിട്ട് നല്ല കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ടാവും. അപ്പൊ ഒരു പരീക്ഷണത്തിന് നമ്മൾ ഇപ്രാവശ്യം കൂടുതലും ചട്ടിയിലും, കൂടുതലല്ല കുറച്ചായിട്ട് നമ്മൾ ചട്ടിയിൽ നട്ടു കൊടുക്കുകയാണ്. പിന്നെ നമ്മൾ നടുന്നത് ഈ ചട്ടിയിലാണ് കേട്ടോ. അപ്പൊ ആദ്യം ഇവിടെ സെറ്റ് ആക്കിയൊക്കെ ഒന്ന് കാണിച്ചു തരാം. നല്ല രസമല്ലേ കാണാൻ. ചട്ടികളൊക്കെ നിരത്തി മണ്ണൊക്കെ നിറച്ച് റെഡിയാക്കി വെച്ചാണ്. പിന്നെ കണ്ടില്ലേ, ഇതിന്റെ അടിഭാഗത്ത് നമ്മൾ ചട്ടിയിലൊക്കെ ചെയ്യുമ്പോൾ ആദ്യം ഞങ്ങൾ ചെയ്തത് ഒരു ഷീറ്റ് വിരിച്ചിട്ടുണ്ട് കേട്ടോ. എന്താ വെച്ചാൽ നമ്മൾ ഇതിലൊക്കെ നടന്നു ആദ്യം കള വന്നു കഴിഞ്ഞാൽ നമ്മൾ പുറത്ത് ചെയ്യുന്ന പോലെ തന്നെ കള വേഗം പൊന്തും. അപ്പൊ അത് വരാതിരിക്കാൻ ഇതാ നല്ലൊരു പഴയ ഷീറ്റ് നല്ല സെറ്റാക്കി വിരിച്ച് അതിൽ നമ്മളിതാ ചട്ടിയിൽ മണ്ണ് നിറച്ച് വരിയായിട്ട് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇന്നലത്തെ പണി ഇതായിരുന്നു. നല്ല മഴയില്ലാത്ത ഗ്യാപ്പ് നോക്കിയിട്ട് വേഗം ചട്ടി നിറച്ച് വെച്ചാണ്. അപ്പൊ ഇത് നമ്മൾ എല്ലാ സമയം നമ്മൾ ചട്ടി നിറയ്ക്കുന്ന പോലെ തന്നെ ഇതിൽ മണ്ണ്, മണല്, കുമ്മായം, അതുപോലെ ജൈവവളമായിട്ട് ആട്ടിൻ കാഷ്ടം ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ അധികം മണ്ണ് നിറച്ചിട്ടില്ല. കുറച്ച് ലെവൽ താഴ്ത്തി വെച്ചത്. നമ്മൾ എന്ത് തൈയും കുറച്ച് പൊന്തുമ്പോൾ കുറച്ച് മണ്ണ് ഇട്ട് കൊടുക്കണം. അപ്പൊ ചെണ്ടുമല്ലി ആയാലും ഒന്ന് പിടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ മണ്ണ് കയറ്റാനാണ് ഈ ലെവലിൽ നിറച്ചത്. പക്ഷെ ഒരു രസമായിരിക്കും കേട്ടോ. നല്ല മഴയൊക്കെ പെയ്താൽ നമുക്ക് എടുത്ത് മാറ്റട്ടോ. അങ്ങനെ ചട്ടിയിൽ നട്ടാൽ ആ ഒരു എളുപ്പത്തിനാണ് നമ്മൾ ഇതുപോലെ സെറ്റാക്കിയത്. പിന്നെ നട്ടു തുടങ്ങല്ലേ. അപ്പൊ നമുക്കിതാ 4 ലൈനാണുള്ളത്. ഈ ലൈനിൽ കുറച്ച് പണി കിട്ടി. ഇവിടെ 3 ചട്ടി വെക്കാനുള്ള ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ഇവിടെ നമ്മൾ റംബുട്ടാൻ്റെ കായ കണ്ടില്ലേ. നമ്മളെ വയനാട്ടിൽ ഈ ഒരു സമയത്താട്ടോ റംബുട്ടാൻ ആയി കിട്ടുക. കുറെ കൊഴിഞ്ഞിട്ട് ഇപ്പൊ പിടിച്ചു വരുന്നത്. ഇതൊക്കെയാണ് പിടിച്ചു കിട്ടിയത്. ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു, ഒക്കെ കൊഴിഞ്ഞു പോയി. റംബുട്ടാൻ അങ്ങനെ തന്നെ കുറെ കൊഴിഞ്ഞിട്ട് ബാക്കിയുള്ള പിടിച്ചു കിട്ടുക. നമ്മൾ 2 ദിവസമായിട്ട് നനയ്ക്കാത്തോണ്ടേ നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പം തൈകൾ എടുക്കാനുണ്ടോ എളുപ്പത്തിൽ എടുക്കാം. പിന്നെ വലിയ കനത്തിലുള്ള മഴ ഇല്ലാത്തതുകൊണ്ട്, ചാറ്റൽ മഴ ആയതുകൊണ്ടേ നമ്മൾ ഈ മണ്ണ് നിറച്ചിട്ടുണ്ടല്ലേ, കറക്റ്റ് മണ്ണ് ഇരുന്നിട്ടുണ്ട്. മറ്റേ നമ്മൾ നനച്ചു കൊടുക്കലുണ്ട് മണ്ണൊന്ന് നിറച്ച ചട്ടിയിൽ. വേണ്ട, കറക്റ്റ് ഇരുന്ന് നല്ല സെറ്റ് ആയിട്ടുണ്ട്. അതാണ് നല്ല കാലാവസ്ഥ ഇപ്രാവശ്യം. ചെടികളൊക്കെ പെട്ടെന്ന് പൊന്തി കിട്ടും. ഇടയ്ക്ക് വെയിലും കിട്ടുന്നതുകൊണ്ട്
മഴക്കാലത്ത് പൊതുവെ രോഗങ്ങൾ കൂടുതൽ മഴക്കാലത്താണ്, പുഴുവിന്റെ ശല്യമൊക്കെ കൂടും. എന്നാൽ ഞാൻ പറയും തൈകൾ നട്ടാലൊക്കെ ഇങ്ങനത്തെ ഒരു കാലാവസ്ഥ കിട്ടിയാൽ വേഗം പൊന്തി കിട്ടും. കഴിഞ്ഞ വർഷം തന്നെ നമ്മൾ ചെണ്ടുമല്ലി നേരത്തെ നട്ടിട്ട് പറ്റിയെന്ന് വെച്ചാൽ മഴ കൂടിയിട്ട് തൈകൾക്കൊന്നും വേണ്ട വളർച്ച കിട്ടിയില്ല. അങ്ങനെ ഓണം ആയ സമയത്ത് നമുക്ക് കുറച്ച് പൂവേ വിളവെടുക്കാൻ കഴിഞ്ഞുള്ളൂ. ബാക്കിയൊക്കെ നമ്മൾ പൂജയ്ക്കാട്ടോ, നമ്മൾ അമ്പലത്തിലോട്ടാണ് കൂടുതലും നമ്മൾ പൂക്കളൊക്കെ വിറ്റത്. അതായത് ഓണം കഴിഞ്ഞിട്ടാണ് നല്ല പൂവായി കിട്ടിയത്. അപ്പൊ ഇപ്രാവശ്യം ഇനി അങ്ങനെ വരണ്ട. ഇപ്രാവശ്യം കാലാവസ്ഥ എല്ലാം കിട്ടിയപ്പോൾ വൈകി പോയതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പരീക്ഷണം നടത്തി. ഇതിലാകുമ്പോൾ നമുക്ക് നല്ല മഴ ചെയ്താലും എടുത്തിട്ട് റെയിൻ ഷെൽറ്ററിൻ്റെ ഉള്ളിൽ പോളിയോസിൻ്റെ ഉള്ളിലൊക്കെ വെച്ചിട്ടെങ്കിൽ നമുക്ക് ഓണത്തിന് കുറച്ചൊരു പൂക്കളാക്കി കിട്ടണമല്ലോ. മറ്റേത് ആയി കിട്ടുമായിരിക്കും, ഇങ്ങനെ കാലാവസ്ഥ വേഗം കയറി വരും കേട്ടോ. അപ്പൊ അതൊരു നടക്കൂലെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു ഐഡിയ. പിന്നെ ഇതൊരു ഭംഗിയും കൂടെ അല്ലേ, നമുക്ക് നല്ല രസമായിരിക്കും. ഇപ്പോഴൊന്നല്ല, നമ്മൾ നിരത്തി വെച്ചപ്പോഴേ തന്നെ ഇങ്ങനെ ഭംഗിയാണ്. കാലിച്ചട്ടി തന്നെ വെച്ച് പണി നല്ല രസമാണ്. അപ്പൊ ഇതിൽ പൂക്കളും കൂടെ വന്നോന്ന് ആലോചിച്ച് നല്ല അടിപൊളിയായിരിക്കും. പിന്നെ ഒരേപോലത്തെ ചട്ടികളല്ല, മൺചട്ടി ഉണ്ട്, HDP ചട്ടി ഉണ്ട്. ഇതിപ്പോ HDP ചട്ടിയാണ്. പിന്നെ നമ്മൾ സ്ഥിരമായിട്ട് പച്ചക്കറി നടുന്നതാ ഈ ഒരു ചട്ടി. ഇത് കുറച്ചുകൂടെ നല്ല റൗണ്ടുള്ള ചട്ടി കേട്ടോ. അതിലൊക്കെ പച്ചമുളകും വെണ്ടയൊക്കെ ആയിരുന്നു, അതൊക്കെ മാറ്റിയിട്ട് നമ്മളിങ്ങനെ ചട്ടിയിൽ നട്ട് കൊടുത്താൽ ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ നമുക്ക് കൂടുതൽ ചെലവ് ചട്ടിക്ക് കേട്ടോ. എന്താ വെച്ചാൽ അധിക കൃഷി നമ്മൾ ചട്ടിയിലാണ്. മഴ കൂടിക്കഴിഞ്ഞാൽ പുറത്തൊന്നും അത്ര റെഡി ആവില്ല. അപ്പൊ നമ്മൾ ചെണ്ടുമല്ലി നടുന്ന സ്ഥലത്ത് കുറച്ച് ഓപ്പൺ സ്ഥലത്ത് നടുന്നുണ്ട്, ബാക്കി അധികവും ചട്ടിയിലാണ്. പിന്നെ നിങ്ങൾ ഇതാ ഇങ്ങനെ ഒരു കവറിങ് കണ്ടില്ലേ, ഹൈറ്റ് കുറച്ചിട്ട് ഇങ്ങനെ ഷെയ്ഡ് നെറ്റ് കെട്ടിയത്. അത് ഇവിടെ എന്ത് പച്ചക്കറി ചെയ്യുകയാണെങ്കിലും നമ്മൾ ഓപ്പൺ സ്ഥലത്ത് നമ്മൾ ചെയ്യുമ്പോൾ ഇത് നിർബന്ധമാണ്. ഇവിടെ വേറെ ഒന്നുമല്ല, നമ്മൾ കോഴി വളർത്തലും പച്ചക്കറി കൃഷിയും ഒരുമിച്ച് കൊണ്ടുപോകാൻ ഒരിക്കലും നടക്കില്ല. അപ്പം കോഴികൾ കയറാതിരിക്കാൻ വൈകിട്ട് നമ്മൾ അവരെ പുറത്തു വിടും. 1 മണിക്കൂറോളം പുറത്തു വിടുന്ന സമയത്ത് ഇങ്ങനെ കെട്ടിയിട്ടില്ലെങ്കിൽ എല്ലാം കയറിയിട്ട് കൊത്തി എന്താ പറയുക, കളകളെക്കാട്ടിയും കൊത്ത് നമ്മൾ പച്ചക്കറി അവിടെ നട്ടാലും അത് വന്ന് വേഗം നശിപ്പിച്ചു കളയും. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് മണ്ണിളക്ക. അതായത് ഓപ്പൺ സ്ഥലത്ത് ചെയ്യുമ്പോൾ മണ്ണിളക്കം നമ്മളിങ്ങനെ കൊത്തുമല്ലോ. അപ്പൊ നല്ല മണ്ണ് ഇളകി കണ്ടാൽ ഒരു മണ്ണിലേന് ഇതിനൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഒന്നും കൂടെ അവരെ വകയായിട്ടും കൂടെ ഇളക്കും. നാടൻ കോഴികളാണ്. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ ഷെയ്ഡ് നെറ്റ് കെട്ടിയിട്ടുള്ളത്. അല്ല എന്നാൽ ഇങ്ങനെ കാണുമ്പോൾ പെട്ടെന്നൊരു മറവ് വരുമല്ലോ. പിന്നെ നല്ല ഹൈറ്റിൽ ഷെയ്ഡ് നെറ്റ് കെട്ടിക്കഴിഞ്ഞാൽ നമ്മളെ ചെടിക്ക് വേണ്ടത്ര വെളിച്ചം കിട്ടൂല, ചെടികൾ നീണ്ടുപോകും. അതുകൊണ്ടാണ് നമ്മൾ പാകത്തിന് വേണ്ടി ഇങ്ങനെ കെട്ടിയത്. അപ്പൊ അതാ ചെറുതായിട്ട് നട്ട് കഴിഞ്ഞിട്ട് നനയ്ക്കേണ്ട പറഞ്ഞാൽ ചെറിയ മഴ ചാറുന്നുണ്ട്. വേഗം നമുക്ക് നട്ടു കൊടുക്കാം. ഈ നടുന്ന തൈ മഞ്ഞ നട്ട് എനിക്ക് തോന്നുന്നത്. എന്താ വെച്ചാൽ മഞ്ഞയാണ് കുറച്ചൊരു കുള്ളൻ തൈ ആയിട്ട് വരിക. മഴ ഒന്ന് മാറിയപ്പോഴത്തേക്ക് നമ്മൾ വേഗം നട്ട് കഴിഞ്ഞു കേട്ടോ. എല്ലാ ചട്ടിയിലും തൈകളൊക്കെ വെച്ച് കഴിഞ്ഞ്. പിന്നെ ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയത്, കൃഷിഭവനിന്ന് നമുക്ക് തൈകൾ തരുന്നതിന് നമ്മൾ മുൻകൂട്ടി അപേക്ഷ കൊടുക്കണം കേട്ടോ. നമ്മളൊരു മെയ് മാസമൊക്കെ ആകുന്ന സമയത്ത് കൃഷിഭവൻ അവർ ചോദിക്കും, നമ്മൾ ചെണ്ടുമല്ലി ചെയ്യുന്നുണ്ടെങ്കിൽ മിനിമം ഒരു 20 സെന്റെങ്കിലും ചെയ്യണം, അതിനോട്ട് മുകളിലോ ചെയ്യുക. അപ്പോൾ ആ സമയത്ത് നമ്മൾ അപേക്ഷ കൊടുത്തവർക്കാണ് ഈ സമയത്ത് തൈകൾ കിട്ടുന്നത്. നമ്മളങ്ങനെ അപേക്ഷ കൊടുത്ത് നമ്മൾ 30 സെന്റിനാണ് കൊടുത്തത്, അതിനുള്ള തൈകൾ നമുക്ക് കിട്ടിയത്. അപ്പോൾ പെട്ടെന്ന് ഇപ്പോൾ എല്ലാവരും കൃഷിഭവനിലും നേരിട്ട് ചെന്നാൽ ചിലപ്പോൾ തൈകൾ കിട്ടണമെന്നില്ല. പിന്നെ നിങ്ങൾ അടുത്തുള്ള കൃഷിഭവനിലൊക്കെ ബന്ധപ്പെട്ടാൽ ചിലപ്പോൾ എല്ലാവരും ഇത് ചെയ്യണമെന്നില്ല. ഇതൊക്കെ താല്പര്യമുള്ളവരും പിന്നെ ഇതിന് കുറച്ച് റിസ്ക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്, അങ്ങനെയുള്ളവരെ പൂക്കൃഷിയൊക്കെ ചെയ്യുള്ളൂ. അപ്പോൾ ഒന്ന് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അപ്പോൾ ആരെങ്കിലും കൊണ്ടുപോകാത്തവരൊക്കെ ഉണ്ടെങ്കിൽ അവർ തൈകൾ കിട്ടും കേട്ടോ. അപ്പോൾ ഒന്ന് അന്വേഷിച്ചാൽ നല്ലതായിരിക്കും അടുത്തുള്ള കൃഷിഭവനിലൊക്കെ. പിന്നെ നമുക്ക് ആദ്യമൊക്കെ ചെയ്യുന്നതിന് ഒരു ചെറിയൊരു ധനസഹായമൊക്കെ കിട്ടിയിരുന്നു, സബ്സിഡി ആയിട്ടൊക്കെ 2 വർഷം മുന്നൊക്കെ. ഇപ്പം ഇങ്ങോട്ട് കഴിഞ്ഞ വർഷം ഈ വർഷം ഇവർ തൈകൾ നമുക്ക് ഇറക്കി തരികയാണ്. തൈകൾ പുറത്ത് നമുക്ക് അങ്ങനത്തെ തൈ വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് വില വരുന്നത് മഞ്ഞയ്ക്ക് 5 രൂപയും ഓറഞ്ചിന് 3 രൂപയൊക്കെ നമ്മൾ തൈകൾ വാങ്ങിച്ചിരുന്നത്. ഇപ്പൊ കഴിഞ്ഞ വർഷം ഈ വർഷം ഇവർ ഫ്രീ ആയിട്ടാണ്, അതായത് നമുക്ക് ധനസഹായമായിട്ട് വേറെ സബ്സിഡിന്റെ കാര്യങ്ങൾ തരുന്നില്ല, പക്ഷെ നമുക്ക് തൈകൾ ഫ്രീ ആയിട്ട് തരിക. അതന്നെ നമുക്ക് ഏറ്റവും വലുത്. നമുക്ക് തൈകൾ വാങ്ങിക്കാൻ തന്നെ ഇപ്പൊ 2000 തൈ വാങ്ങിക്കുന്നത് നല്ലൊരു പൈസ ആവും. അപ്പൊ അത് നമുക്ക് ലാഭകരമായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ നട്ടുകൊടുത്ത് ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുത്താൽ മാത്രം മതി. അപ്പൊ അതൊരു വലിയ സഹായമായിട്ടോ കൃഷി വകുപ്പിന്റെ ഭാഗത്തു നിന്നൊക്കെ. ഇതൊക്കെ നമുക്ക് ആവശ്യമുള്ള പച്ചക്കറികളും പൂക്കളൊക്കെ നമ്മൾ കർണാടകത്തിനെയും തമിഴ്നാട്ടിൽ നിന്ന് ആശ്രയിക്കാതെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഗവൺമെന്റ് ചെയ്യുന്ന ഓരോ പദ്ധതികളാണ്. അപ്പൊ ഞാനിങ്ങനെ വീഡിയോ ഇട്ടിട്ട് നാളെ തന്നെ എല്ലാവരും കൃഷിഭവനിൽ പോയിട്ട്, ഇപ്പൊ ഞങ്ങളുടെ നാട്ടിൽ തന്നെ കുറെ ആളുകൾ ഈ സമയത്തേക്ക് ചിലപ്പോൾ അറിയുന്നൊക്കെ ഉണ്ടാവുക. അപ്പൊ ഇതൊക്കെ ചെയ്യാൻ താല്പര്യമുള്ള എന്തായാലും ഈ സമയം കൃഷിഭവനും കൃഷി ഓഫീസറൊക്കെ ആയിട്ട് വിളിച്ച് ചോദിക്കും ഇങ്ങനെ ഉണ്ടോന്നൊക്കെ പറയുമ്പോൾ സാർ അങ്ങനെ വാർഡ് തലത്തിലൊക്കെ ഞങ്ങളോട് ചോദിച്ചിരുന്നു ആരെങ്കിലും ചെയ്യാൻ താല്പര്യമുള്ളവരൊക്കെ പറയാൻ. അപ്പൊ നമ്മളിവിടെയൊക്കെ ഞങ്ങളെ വാർഡിലൊക്കെ ഞാൻ തന്നെ ഇങ്ങനെ കൂടുതലായിട്ട് ചെയ്യുന്നുള്ളൂ. പിന്നെ സ്കൂളുകളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ചില സ്കൂളുകളൊക്കെ ഇപ്പൊ പച്ചക്കറി ചെയ്യുന്ന പോലെ പൂക്കൃഷിയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇനിയാ ഇത് നമ്മൾ കാണിച്ചത് നമ്മളെ ശീമക്കൊന്നേന്റെ ഇല കേട്ടോ. ഇത് ചെയ്യുന്നത് നമ്മൾ നട്ട് കൊടുത്തതിലൊക്കെ ചിലപ്പോൾ ഒക്കെ നല്ല മഴ വരും. ഇപ്പൊ ചാറ്റൽ മഴയാണ്,
ഒന്ന് സെറ്റ് ആകുന്നവരെ വലിയ മഴയൊക്കെ പെയ്താൽ പിടിച്ച് കിട്ടുന്നവരെ വലിയ മഴ ചെയ്താൽ ഇതിലൊക്കെ മണ്ണ് അതുപോലെ തെറിച്ചു പോയി കഴിഞ്ഞാൽ നമ്മൾ നട്ടപ്പത്തിന് നമ്മൾ കൈ തട്ടിയിട്ട് മണ്ണായതാണ്. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ തൈകൾ കേടായി പോകും. അപ്പോൾ അത് വരാതിരിക്കാൻ ഇതാ വളമാണ് മഴവെള്ളം തെറിക്കാതെ വെക്കാനായിട്ട്. 2 ദിവസം ഒരു 3 ദിവസം കഴിഞ്ഞാൽ ചീഞ്ഞു പോകും. അപ്പോഴത്തേക്ക് ഒന്ന് ഇത് പിടിച്ച് കിട്ടിക്കോളും. ഇതുപോലെ ഒന്ന് പൊതയിട്ട് കൊടുക്കാം. ഷീമക്കൊന്നും ആയതുകൊണ്ട് വളം കൂടെ കിട്ടും. അത് നമ്മളിങ്ങനെ വെച്ചിട്ട് പ്ലാവിലേക്ക് വെച്ചാൽ ദ്രവിച്ചു പോകാൻ കുറച്ച് സമയം എടുക്കും. അപ്പം ഇനി അടുത്ത് മണ്ണൊക്കെ ഇടാനൊക്കെ ഉള്ളതല്ലേ, അപ്പോൾ പിന്നെ എടുത്ത് മാറ്റേണ്ടി വരും. അപ്പം ഇതുപോലെ വെച്ച് കൊടുക്കുക. കുറച്ച് ചെറിയ തൈയാണ്, ഏറ്റവും നല്ലത് നടുമ്പോൾ ചെറിയ തൈയാണ്. തൈകൾ വലിപ്പം കൂടിയാൽ മുരടിപ്പ് കൂടും, അതായത് വളർച്ച മുരടിച്ച് പോകും ട്രയലൊക്കെ നിന്ന് കുറച്ച് സമയമൊക്കെ വെച്ച് കഴിഞ്ഞാൽ. ഇനി അടുത്ത പണി വേഗം നമ്മൾ കൂടുതൽ നടുന്ന ചെണ്ടുമല്ലിയും അത് 30 സെന്റ് സ്ഥലം റെഡിയാക്കുന്ന തിരക്കിലാണ്. അപ്പോൾ ആ പണിയിൽ ഇപ്പോൾ അവിടെ നാസർക്കൊക്കെ വന്നിട്ട് വേണം. വേഗം നമുക്ക് കളകളുണ്ട്, കുറേ കളയൊക്കെ മുളച്ചാണ്, അതൊക്കെ വെട്ടി ഒഴിവാക്കി ഏരി എടുക്കണം. അതൊക്കെ നല്ല മഴ വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും. മഴ ഇല്ലാത്ത സമയം നോക്കി വേണം പണിയെടുക്കാൻ. കുറച്ച് കാര്യങ്ങളുണ്ട്. എന്തായാലും ഈ ആഴ്ച അടുത്ത ആഴ്ചക്കുള്ളിൽ നമുക്കത് നട്ട് തീർക്കാം. അപ്പം എന്നാലേ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. ഇനി എല്ലാത്തിലും നമ്മൾ ഇതുപോലെ പൊത വെച്ച് പോകണം. കുറച്ച് സമയം എടുക്കും, സ്പീഡിലോട്ട് വെച്ച് പോകാൻ വയ്യ. നമ്മൾ ഇതിൻ്റെ ഇടയ്ക്ക് ചട്ടിയൊക്കെ വെച്ചുകൊണ്ട് ഗ്യാപ്പ് ഇത്രയേ ഉള്ളൂ നമുക്ക് ഇരിക്കാനൊക്കെ ഉള്ള. അപ്പം നമ്മളിതിൻ്റെ വളർച്ചയും കാര്യങ്ങളൊക്കെ ഇനി വരുന്ന വീഡിയോയിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കാണിക്കും. ഓരോ സ്റ്റേജിൽ വളർച്ചയും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. എന്നാൽ വീഡിയോ നിർത്തല്ലേ, പണികൾ വേഗം തീർക്കട്ടെ. മഴ ഇല്ലാത്ത ഗ്യാപ്പിലാണ്. എന്തായാലും വലിയൊരു ഉപകാരം ഉണ്ട്. പ്രാവശ്യത്തെ മഴയ്ക്ക് ഒന്ന് ചാറും ഒരു ഗ്യാപ്പ് കിട്ടും. അപ്പോൾ ഗ്യാപ്പിൽ നമുക്ക് വേഗം പണികൾ തീർക്കുക. മഴ പെയ്യുമ്പോൾ കയറിക്കേണ്ടി വരും.